ശ്രീ ആദികേശവൻ, ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളൊരു കണക്ക് ഏതാണ്ട് 29 കോടി രൂപയാണ് ആ മേഖലയിൽ 3 വാർഡുകളിലായി ജീവിതം ഏറെക്കുറെ നഷ്ടപ്പെട്ടു പോയ മനുഷ്യരുടേതായി ബാങ്കിങ് സ്ഥാപനങ്ങൾക്ക് കൊടുക്കാനുള്ള ലോൺ തുക എന്ന് പറയുന്നത്. അത് എല്ലാ കണക്കുകളും കൂടെ കൂട്ടിയാലും കുറച്ചുകൂടി വർദ്ധിക്കുമായിരിക്കും. അത് സർക്കാരിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബാങ്കുകളെ സംബന്ധിച്ച് ഒരു വലിയ പ്രശ്നമാണോ? മാത്തു, ഇതിൽ നമ്മൾ കണക്കാക്കേണ്ട അല്ലെങ്കിൽ കണക്കിലെടുക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, വായ്പ എടുത്തിട്ടുള്ള വ്യക്തികളുടെ കടാശ്വാസം ആണ് അവർ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ പടിയായിട്ടാണ് നമ്മൾ മൊറട്ടോറിയം അല്ലെങ്കിൽ തിരിച്ചു പിടിക്കാതിരിക്കുക എന്നുള്ള ഒരു തീരുമാനം ബാങ്കുകൾ കൈക്കൊള്ളേണ്ടത്. ഇപ്പോൾ ഇന്ന് രാവിലെ 10,000 രൂപ ക്രെഡിറ്റ് ചെയ്ത ആളിൻ്റെ അടക്കം നമ്മുടെ ഇഫക്റ്റീവ് ഡേറ്റ്, ഈ മൊറട്ടോറിയം പ്രഖ്യാപിക്കലിന് വേണ്ടി നമ്മൾ തീരുമാനിക്കുന്ന ഒരു കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ സംഭവം നടന്ന ദിവസം തന്നെ ആയിരിക്കണം, ജൂലൈ 30. അപ്പോൾ ജൂലൈ 30 കണക്കാക്കിക്കൊണ്ട് അതാണ് ഇഫക്റ്റീവ് ഡേറ്റ് അല്ലെങ്കിൽ കട്ട് ഓഫ് ഡേറ്റ് എന്നുള്ള കണക്കെടുത്തു കഴിഞ്ഞാൽ നാളെ നടക്കുന്ന SLBC മീറ്റിങ്ങിലെങ്കിലും ഒരു റെസൊല്യൂഷൻ പാസ്സാക്കേണ്ട ആവശ്യമുള്ളത്. അതിനുശേഷം ഒരു ബാങ്കും തിരിച്ചടവിലേക്ക് നടപടി സ്വീകരിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, ഏതെങ്കിലും ബാങ്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുക്കാനുള്ള ഒരു തീരുമാനം SLBCക്ക് എടുക്കാൻ സാധിക്കും. അതെടുത്താൽ റിസർവ് ബാങ്കിൻ്റെ നിർദ്ദേശാനുസരണമുള്ള ഒരു നടപടി കൂടിയായിരിക്കും. ആ പൈസ തിരിച്ചു കൊടുക്കാനും സാധിക്കും. എനിക്കതിലൊരു സംശയമില്ല. കാരണം റിസർവ് ബാങ്ക് ഓൾറെഡി പ്രകൃതി ദുരന്തം വന്നാൽ എന്തൊക്കെയാണ് ബാങ്കുകൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് സർക്കാരിലെ ചീഫ് സെക്രട്ടറി അടക്കമുള്ള ആൾക്കാർക്ക് അത് അറിവുണ്ടാകും. റിസർവ് ബാങ്ക് പറയുന്നത് എല്ലാ വായ്പകൾക്കും മിനിമം 1 വർഷത്തെ മൊറട്ടോറിയം കൊടുക്കണം ഈ ദുരന്ത ബാധിത പ്രദേശത്തെ എല്ലാ വായ്പകൾക്കും. പലിശ കുറച്ചു കൊടുക്കാനുള്ള തീരുമാനം ബാങ്കുകൾക്ക് എടുക്കാം, നേരത്തെ കൊടുത്ത വായ്പയ്ക്ക്. ഇനി വായ്പ പുനഃക്രമീകരിക്കാം, ആ തീരുമാനം ബാങ്കുകൾക്ക് കൈക്കൊള്ളാം. പിന്നെ പുതിയ വായ്പയും കൊടുക്കണം ആവശ്യാനുസരണം. അതിനും വായ്പയുടെ പലിശ സ്ഥിതിഗതികളെ വിലയിരുത്തിക്കൊണ്ട് ന്യായമായ പലിശ ഈടാക്കാവുന്നതാണ് എന്നുള്ള നിർദ്ദേശം റിസർവ് ബാങ്കിൻ്റെ ഇപ്പോൾ തന്നെയുണ്ട്. അപ്പോൾ അത് നടപ്പിലാക്കുക. പിന്നെ വരുന്നത്, ഇപ്പം മരിച്ചവരുടെ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, ബാങ്കുകൾക്കത് എഴുതി തള്ളുക. നമ്മൾ സാധാരണ പറയുള്ളൂ, എഴുതി തള്ളാനായിട്ട് പറ്റും. ഇനി ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ കാര്യത്തിൽ വരുമ്പോൾ എഴുതി തള്ളുന്നത് നല്ലതാണ്. ഇപ്പോൾ കേരള ബാങ്ക് ചെയ്തു, ചെറിയ എമൗണ്ട് ആണെങ്കിൽ അവർ ചെയ്തു. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എഴുതി തള്ളിയാൽ മിക്കവാറും സിബിൽ അല്ലെങ്കിൽ അവരുടെ ട്രാക്ക് റെക്കോർഡിനെ അത് ബാധിക്കും, സെറ്റിൽമെൻ്റ് ആയിട്ട് വരും. അപ്പോൾ യുവാക്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ഭാവിയിൽ വായ്പ മറ്റുള്ള എന്തെങ്കിലും ട്രാൻസാക്ഷന് പോകുമ്പോൾ അതിനെ ബാധിക്കാം. അവിടെയാണ് മാത്തു പറഞ്ഞ മൊത്തം ഇതിൻ്റെ തോത് കണക്കാക്കിയാൽ 40 കോടി എന്നുണ്ടെങ്കിൽ 2 നിർദ്ദേശം എനിക്ക് സമർപ്പിക്കാനുണ്ട്. ഒന്ന്, ഇന്നത്തെ സർക്കാരിൻ്റെ ഈ റിലീഫിന് വേണ്ടിയിട്ടുള്ള പണപ്പിരിവ് അല്ലെങ്കിൽ വിഭവ സമാഹരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ 191 കോടി CM റിലീഫ് ഫണ്ടിൽ ഇതിനേക്ക് വേണ്ടി മാത്രം വന്നിട്ടുണ്ട്. ഇന്ന് രാവിലത്തെ ഫിഗറാണ്. അപ്പോൾ അത് കണക്കിലെടുത്താൽ 40 കോടി സർക്കാരിന് ഈ വായ്പാ തിരിച്ചടവിലേക്കായി കംപ്ലീറ്റ് ബാധ്യതയും ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് നിറവേറ്റാനുള്ള ശേഷി ഉണ്ടെന്ന് നമുക്ക് കണക്കാക്കാം. ഇനി അഥവാ ഒരു പ്രപ്പോസൽ എന്നുള്ള നിലയ്ക്ക് സർക്കാരിന് വയ്ക്കാൻ പറ്റുന്നത്, അത് ബാങ്കേഴ്സ് വീണ്ടും അവരുടെ ബോർഡിലേക്ക് പോകേണ്ടി വരും. 50% സർക്കാർ വഹിക്കുക, 50% ബാങ്കുകൾ വഹിക്കുക. പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് റിസർവ് ബാങ്കിന് നിർദ്ദേശമില്ല അവിടെ, പക്ഷേ അതൊരു നിർദ്ദേശമായിട്ട് വേണമെങ്കിൽ SLBCക്ക് അംഗീകരിക്കാം. ഇനി പുതിയ ശ്രീ മുഹമ്മദ് അലി ഇപ്പോൾ പറയുന്നത് കേട്ടു, അവിടുത്തെ നിലവിലുള്ള വായ്പയുടെ കാര്യം നമ്മളിപ്പോൾ സംസാരിച്ചു കഴിഞ്ഞു. അത് ഡീൽ ചെയ്യാനായിട്ട് ഒരു സംശയവും വേണ്ട. ഇപ്പം ഞാൻ പറഞ്ഞ ആ മാർഗത്തിൽ കൂടി നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. ഈ ജീവനോപാധി അടക്കം തിരികെ പിടിക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ വലിയ തോതിൽ വീണ്ടും വായ്പകളെയൊക്കെ ആശ്രയിക്കേണ്ടി വരും. ആ സമയത്ത് ഈ പറയുന്ന പോലെ സിവിൽ സ്കോറിനെ ബാധിക്കരുത് എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി ചെയ്യാൻ കഴിയും നമുക്ക്. അതെ, അതിലെയാണ്. അതിലേക്ക് അടുത്തപടിയായിട്ട് വന്നാൽ വളരെ നല്ല ചോദ്യം. അതായത് ഈ 500 കുടുംബങ്ങളാണല്ലോ എഫക്റ്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ ആവറേജ്, അതായത് ഒരു കുടുംബത്തിന് ചിലപ്പോൾ 20-25 ലക്ഷത്തിൻ്റെ ആവശ്യം വരാം. ഞാൻ ഇന്ന് രാവിലെ കേട്ടിരുന്ന പങ്കെടുത്ത ഒരു ചർച്ചയിൽ ഒരു ബേക്കറി ഉടമസ്ഥൻ പറഞ്ഞു, അദ്ദേഹത്തിന് 50 ലക്ഷമോ 60 ലക്ഷമോ നഷ്ടമുണ്ടായി. വായ്പ 8 ലക്ഷമോ 10 ലക്ഷമോ. പക്ഷേ 500 ഫാമിലീസ് നമ്മളെടുത്താൽ ആവറേജ് അവർക്ക് ഈ ജീവിതമാർഗം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി, തിരിച്ചു പിടിക്കാൻ വേണ്ടി വരുന്ന പുതിയ വായ്പയുടെ തുക 10 ലക്ഷം, 50 കോടിയേ വേണ്ടി വരുന്നുള്ളൂ. ആ 50 കോടി ബാങ്കുകൾ കൊടുക്കാൻ തയ്യാറാവും. എനിക്കുള്ള നിർദ്ദേശം, സർക്കാർ ഇതിൻ്റെ പലിശ ഒരു 3 വർഷത്തേക്ക് വഹിക്കാൻ തീരുമാനിച്ചാൽ
10% പലിശ മാത്തു. 50 കോടിയിൽ 10% എന്ന് പറയുമ്പോൾ ഒരു വാർഷിക ലയബിലിറ്റി അല്ലെങ്കിൽ ഒരു ലോഡ് സർക്കാരിന് വരുന്ന 5 കോടി ഒരു വർഷം. 5 കോടി കൊടുത്തു കഴിഞ്ഞാൽ പലിശരഹിത വായ്പ ഇവർക്ക് ഉറപ്പാക്കാൻ പറ്റും. ആവറേജ് 10 20 വേണ്ടവർക്ക് 20 കൊടുക്കുക, 5 വേണ്ടവർക്ക് 5 കൊടുക്കുക, ചിലപ്പോൾ 2 ചെറിയ എമൗണ്ടൊക്കെ എടുത്തവരുണ്ട്. അപ്പോൾ അവർക്ക് വലിയൊരു സമാശ്വാസമാകും. മാത്രമല്ല ഈ പുതിയ വായ്പ OD ആയിട്ട് കൊടുക്കുക. മാസത്തവണ തിരിച്ചടക്കേണ്ട ബാധ്യതയില്ലാതെ ക്യാഷ് ക്രെഡിറ്റ് അല്ലെങ്കിൽ OD, അതായത് എടുത്തും അടച്ചും പോകാൻ പറ്റുന്ന രീതിയിലുള്ള അക്കൗണ്ടാണ് OD. ബാങ്കുകൾക്കെല്ലാം കൊടുക്കാൻ പറ്റും. അപ്പോൾ കാശ് വരുമ്പോൾ അതിൽ കൊണ്ട് അടയ്ക്കുക, കാശ് ആവശ്യമുള്ളപ്പോൾ എടുക്കുക. പരമാവധി തുകയാണ് ലോണിൻ്റെ എമൗണ്ട്. അപ്പോൾ OD ആയിക്കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് മാസത്തവണയുടെ ബാധ്യത വരുന്നില്ല. എന്തെങ്കിലും സംരംഭം തുടങ്ങാനുള്ള പൈസ കിട്ടുന്നു, പലിശയുടെ ബാധ്യത വരുന്നില്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഇന്ത്യയിലെങ്കിലും അന്താരാഷ്ട്ര തലത്തിലല്ലെങ്കിലും ഇന്ത്യയിലെങ്കിലും ഒരു മോഡൽ റിലീഫ് ആൻഡ് റീഹാബിലിറ്റേഷൻ പാക്കേജ് സമർപ്പിക്കാനുള്ള അല്ലെങ്കിൽ നടപ്പാക്കാനുള്ള വിഭവം നമ്മുടെ കയ്യിലുണ്ട്. പ്രശ്നമല്ല. അതിലേക്ക് ചിലപ്പോൾ ഇനിയിപ്പോൾ അടുത്ത റൗണ്ടിൽ വരാം. കാരണം എൻ്റെ കണക്കുകൂട്ടിൽ 500-530 കോടിയാണ് പരമാവധി ഇൻഫ്രാസ്ട്രക്ചർ അടക്കം സബ്ജക്റ്റ് ചാലഞ്ച് ബൈ എനിബഡി ഹു നോസ് ബെറ്റർ നമുക്ക് വേണ്ടി വരിക. വയനാടിനെ ഒന്ന് തിരിച്ചു പിടിക്കാൻ വേണ്ടി, ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടി. ശരി.